500 രൂപയ്ക്ക് മേലിൽ ഒരു നയാ പൈസ ഞാൻ തരില്ല. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാരിന്റെ വാറ്റും കറണ്ട് ബില്ലും കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതിനിടയിലാണ് നിങ്ങളുടെ ഒരു സമ്മേളന പിരിവ്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ്. എങ്കിൽ നീ നേരെ ചെന്ന് ജമാലിക്കയോട് പറയും. ഓനെന്താ ഇമതേ പ്രശ്നവും? എന്താ മുനീറെ, സഖാക്കന്മാര് വന്നാ മാത്രമേ പിരിവ് കൊടുക്കുന്നുണ്ടോ? അതല്ല എന്റെ ജമാലെ, ഒരു ദിവസം വെളുത്ത പിരിവാർ എത്ര വരണം അറിയോ? ഇങ്ങനെ വരണോർക്കും പോണോർക്കും കൊടുക്കാനുള്ള വകുപ്പ് ഇപ്പൊ ഞമ്മക്കില്ല. ഇനിയിപ്പൊ അഥവാ രൂപ കൊടുക്കാന്ന് വെച്ചാലും ഇവിടെ വ്യാപാരി വ്യവസായിന്റെ സംഘടന പറയാണ്ട് കൊടുക്കണ്ടെന്നാ തീരുമാനം. പിന്നെ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലല്ലോ. ഇവിടെ സെയിൽ ടാക്സുകാര് കയറി ഇറങ്ങിയപ്പോ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞമ്മന്റെ ബാപ്പാന്റെ കാൽക്കബീണ് കരഞ്ഞില്ലേ? അപ്പൊ എവിടെയായിരുന്നു നിന്റെ സംഘടനയുടെ ആൾക്കാരും? വേണ്ട ജമാലെ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. എത്ര വെച്ചാൽ എഴുതിയെടുത്തോ, ഇപ്പൊ എന്റെ കയ്യിലില്ല. വൈകിട്ട് എന്റെ വീട്ടിലെത്തിക്കാം. വേണ്ട, ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ഒരു നായിന്റെ മക്കളും പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാലുകുത്തണ്ട. അയ്മതെ, ഒരു 50,000 ഇരിക്കോ? നമ്മുടെ മെക്കെട്ടുകാരൻ നിന്ന അതെ, നമ്മുടെ പാർട്ടി സമ്മേളനത്തിന് ഒരു സംഭാവന വേണമായിരുന്നു. ഇതുവരെ ഒന്നും ഓടിയിട്ടില്ല. അത് നിങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിരം നമ്പറാ. അത് കളമാശേ. പിന്നെ നിങ്ങൾ ഈ പോലീസൊക്കെ പിടിക്കുമ്പോ നമ്മൾ ഈ രാഷ്ട്രീയക്കാരിലുണ്ടാവും രക്ഷിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് ഒന്നും ഓടില്ല. വേണ്ട, ഇതുവരെ ഒന്നും ഓടണ്ട. പക്ഷെ ഇന്നലെ ഓടിക്കാണുമല്ലോ. ആ പോക്കലും തപ്പി നോക്കി വല്ലതും കാണാണ്ടിരിക്കില്ല. ഇല്ല, വേണ്ട മോനെ. അല്ലാ, ഇത് കുറച്ച് വലിയ ഗാന്ധിയാണല്ലോ. മരുന്ന് വാങ്ങാൻ വേണ്ടി രാവിലെ പലിശക്കെടുത്ത പൈസ. അയ്മതേ, ഇക്കാന്റെ പേരിൽ 500 രൂപ. ഇല്ല, ഈ പൈസ ഞാൻ തരില്ല. എന്റെ കാശ് തരാതെ ഞാൻ വിടില്ല. എന്റെ കാശ് തരാതെ ഞാൻ വിടില്ല. മലബാർ ഭരിക്കണ ബീരാൻകുട്ടി സാഹിബിന്റെ മോനെ തടയാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. പിന്നല്ലേ മുച്ചക്കർ ഓടിക്കണം. ആരടാ നായിന്റെ മോനെ? നീ ഏത് അറാമ്പറന്ന വടപ്പായാലും ഞമ്മളോട് ഓർക്കല്ലേ. ഇത് ജമാല. നീ ആദ്യം നമ്മുടെ കാറിന്റെ ചില്ല് ഓടിച്ചതിന് സമാനം പറ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ, ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്തും കിട്ടി തുടങ്ങുന്ന പുതുമൊഴി. നീ നിന്റെ കരുത്താ പാവത്തിനോട് കാണിച്ചില്ലേ? നീ എന്റെ മെടുക്കൊന്ന് കാണ്ടോ.
കള്ളം നായിന്റെ മോനെ, ഇനി നീ ഒരു പാവത്തിന്റെ മേലും കൈവയ്ക്കരുത്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കാശ് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുമ്പോ നിനക്കൊരു ഉളുപ്പുണ്ടാവില്ല എന്നറിയാം. ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് പട്ടാപകല് നടുറോട്ടിലിട്ട് നിന്നെയും നിന്റെ നേതാക്കന്മാരെയും മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ഞാനിങ്ങോട്ട് എടുക്ക. കണ്ണടയ്ക്ക് മരുന്നിനും കൂടി ഇത് മതിയാവും. മോളെ ജമീലേ, ഇനി നീ കളിച്ച പരസഹായില്ലാതെ പരലോകത്തേക്ക് ഞാൻ പറപ്പിക്കും. മോനെ ജമാലെ, ഇനിയും നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. മൈ നെയിം ഈസ് രാവണൻ ഫ്രം ലങ്ക. ശരി സാർ. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞാണല്ലോ കിടക്കുന്നത്. നേതാക്കന്മാരും നിയമപാലകന്മാരും ഒക്കെ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? മുഖ്യമന്ത്രി ആയ അന്ന് തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. ഒരു സ്വസ്ഥത ആരും തരില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ പിള്ളേരെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? പിള്ളേരെ കിട്ടിയാലും ഈ കേസിനൊരു തുമ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 2 കൊലക്കേസിലും പ്രഥമ ദൃഷ്ടി അവർക്ക് ബന്ധമുണ്ടെങ്കിലും കൃഷ്ണകുമാർ വധക്കേസിന്റെ വിധിയിൽ ജഡ്ജി ഇവരെ വെറുതെ വിട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ വെറുതെ ഒരു അറസ്റ്റ്, അത്രയാ പിള്ളേരെ കിട്ടിയാലും നടക്കൂ സാർ. കൊല ചെയ്യപ്പെട്ട രണ്ടുപേരും VIP-കളായതാണ് പ്രശ്നം സാർ. പ്രതിപക്ഷത്തിന് ഇനി ഒരു അവസരം കൂടി കൊടുക്കരുത്. എത്രയും വേഗം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം സാർ. അല്ലെങ്കിൽ നാളെ മുതൽ CBI എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും. 2 തേങ്ങ കെട്ടാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സാർ. നിയമസഭയിൽ എനിക്ക് അതെങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ. ശരി സാർ. എവിടെ സൈലൻസ്? സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ട് ലൈസൻസ്. സുന്ദരനസയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ? എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞു വിടേ. ഞാൻ കൈ കൊണ്ട് വിടൂല. മേല ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തോല. സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്തും ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്കില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസർ കയറും. സുന്ദരനസയോടാ കളി. നീ ഏതെല്ലാം വണ്ടി എടുത്തോണ്ട് പോ. എന്തോ സാധനം? സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തിനാ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്നുവരെ ഈ സുന്ദരനസയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ലേട്ടാ. എന്റെ പേര് സുന്ദരനാ സാർ. ആണാ? ബുക്കും പേപ്പറോട് എൻസൈക്ലോപീഡിയ മതിയോ സാർ? മാരിച്ചിന്റെ കവാനെ കുറ്റി പൊടിച്ചാലേ. എനിക്ക് എന്താണ് നിന്റെ സൈക്കിൾ പടി? ലൈസൻസ്. ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ ആ വണ്ടിയൊക്കെ സൈഡാക്ക്. തള്ള ഇതെന്തിന്? ആറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർത്താനങ്ങൾ കേട്ടിട്ട് ശ്രീ പപ്പനാവന്റെ മണ്ണാണെന്നുണ്ട് തന്നെ. ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തിയും തലയിൽ നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടി. ഇത് എവിടുന്ന് പഠിക്കണത്? ഇറങ്ങി വാ ചെല്ലി. നിന്റെ ലൈസൻസ് പുല്ലൊന്നും ഇല്ല. പിന്നെന്താ ഇറങ്ങി വരാ വാട്ടം? ബുക്കും പേപ്പറൊക്കെ ശരി തന്നെ? എല്ലാം കറക്റ്റാണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. പേജ് ഉണ്ട് സാർ.
ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ സാർ ശരി, ഇത് ഒഴിവാക്കാവുന്ന വയ്ക്കാം. വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ അല്ല സാർ, വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡും ഇല്ല, കാലിയാ. ലോഡ് ഇല്ല, ഇല്ല. കാലിയാ. ആ. ലോറി എന്തിന്? ലോഡ് കയറ്റാ ഉള്ളത്. നീ കേറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്. അതിനാണ് പെറ്റി. സാർ നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോടെ. അപ്പൊ എഴുതിക്കളെ. സാർ സാർ കൈ കൊണ്ട് വിടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. സാർ, ബുക്കും പേപ്പറും. ഇതെന്ത്? പോ, പോ. ഇത് നായ്മാ. ഏത് പാർട്ടി കുറവാ? നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി പാടേ. அம்மா சார் சார் மன்னிச்சிடுங்க சார் மன்னிச்சிடுங்க മன்നിക്കാൻ தெரியாம பண்ணிட்டேன் ശരിയാവ പണിട്ട് പോലീസുകാരുണ്ടാണോ എന്റെ ന്യായം പറച്ചില്? കേറാ ജീപ്പില്. சார் நான் ஒரு ஏழை തന്നെ. என்ன പേടിപ്പിച്ചാ போதுം യാടിപ്പിക്കാൻ ഞങ്ങക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീ ആടിച്ചോളൂ. ഇപ്പൊ ജീപ്പിലെ ഏറ്. എന്താ സാർ? ഇവിടെ ജീവിക്കാൻ നിന്റെ ഊരെവിടെ? ஒரு பொள்ளாச்சி தான் எப்படி தெரிஞ்சது?